ഞാനും കുഞ്ഞും കൂടെ ഉച്ചയ്ക്ക് ഒരു 12:30 ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കും. അപ്പം ചോറ് കഴിക്കുക എന്നുള്ളത് എൻ്റെ കുഞ്ഞിന് ഇച്ചിരി മടിയുള്ള കാര്യമാണ്. നമുക്കൊരു തൃപ്തി വരുന്ന രീതിയിൽ അവൾ കഴിക്കുകയില്ല. പക്ഷെ കുറച്ച് കഞ്ഞിയാക്കി കൊടുക്കുകയാണെങ്കിൽ അത് വലിയ ഇഷ്ടമാണ്. അത്യാവശ്യം കഴിക്കും. ആ ഒരു രീതിയിലാകുമ്പോൾ കുറച്ച് കഴിക്കും. അപ്പോൾ ഞങ്ങൾ സിറ്റ് ഔട്ടിൽ വന്നിങ്ങനെ ഇരിക്കും, ആഹാരവുമായിട്ടെടുത്ത് ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ അപ്പുറത്ത് ഒരു മരമുണ്ട്. ആ മരത്തിലൊരു കാക്ക ഉണ്ട്. ഒരു കാക്കയാണ്, 2 കാക്ക കാണുമായിരിക്കാം. ഒരു കൂടുണ്ട്, കാക്കയുടെ കൂട് എന്തായാലും ഉണ്ട്. അപ്പം ഇങ്ങനെ കാക്ക വരുന്നതും പോകുന്നതും കാണാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് 2 കാക്ക, ഒരമ്മ കാക്കയും അച്ഛൻ കാക്കയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അവരിങ്ങനെ വന്ന് ആ മരത്തിൻ്റെ കൊമ്പിലിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞത്, കുഞ്ഞ് ചോറ് കഴിക്കുന്നുണ്ടോ കഞ്ഞി കുടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയാണ് കാക്കകൾ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ ഇങ്ങനെ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഹെലികോപ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ 2 ഹെലികോപ്റ്റർ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. കുഞ്ഞതൊക്കെ ഇങ്ങനെ കണ്ട്, അപ്പം കുഞ്ഞ് കഞ്ഞി ഇച്ചിരി എടുത്ത് കൈ വാരി വെച്ചിട്ട്, എന്നാ വീണോ എന്നാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി കുഞ്ഞ്, അവർ പറയുന്നത് എന്തോന്നറിയാമോ, കുഞ്ഞാദ്യം മുഴുവൻ കഴിക്ക്, അത് കഴിഞ്ഞിട്ട് മതി ഞങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ ഹെലികോപ്റ്റർ 2 പേരും പോയി. പിന്നെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. നമ്മൾ വിതയ്ക്കുന്നു, കൊയ്യുന്നു, സേവ് ചെയ്യുന്നു, എല്ലാം ചെയ്യും. ഈ പക്ഷികളായാലും ഈ മൃഗങ്ങളായാലും ഇവരൊന്നും തന്നെയും ആഹാരം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം കാക്കകളും അങ്ങനെയുള്ള പക്ഷികളുടെ കാര്യം ഓർക്കുക. അവർ അവരുടെ ചുറ്റുപാടിൽ നിന്നും അവർ ആഹാരം കണ്ടെത്തുകയാണ്. അല്ലാതെ നമ്മൾ വെക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ആകാശത്തിലെ പറവകളെ നോക്കൂ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, ധാന്യം ശേഖരിച്ച് വയ്ക്കുന്നില്ല. എങ്കിലും പക്ഷെ അവർ ജീവിക്കുന്നുണ്ടല്ലോ. അവരുടെ ആവശ്യാനുസരണമുള്ള ആഹാരം അവർ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. നമ്മളെന്താണ്? നമ്മൾ ആഹാരം ഉണ്ടാക്കിയെടുക്കുകയാണ്. അതാണ് പക്ഷികളും. അവർക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ ഏതൊക്കെ രീതിയിലുള്ളത് വേണമെന്ന് അവർ കണ്ടെത്തുന്നു. എങ്കിൽ നമ്മൾ പാചകം ചെയ്ത് നമ്മൾ കഴിക്കുന്ന ആഹാരം അവർക്ക് കൊടുത്ത് അതും അവർ കഴിക്കും. ഇപ്പം നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന പക്ഷികളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ നമ്മൾ കൊണ്ട് കൊടുക്കാറുണ്ട്, ചിലർ ഞാൻ പറയുകയാണെങ്കിൽ എന്താ പറയുക, മനുഷ്യരെക്കാളും കൂടുതലായിട്ട് മറ്റ് പക്ഷി മൃഗാദികളെ സ്നേഹിക്കുന്നവരുണ്ട്. മനുഷ്യർക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു ആഹാരം ആയിരിക്കും കഴിക്കുക. പക്ഷെ പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന അവർക്ക് ഇഷ്ടമുള്ള നല്ല ആഹാരങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും. മനുഷ്യർ തിന്നില്ലെങ്കിലും ഇവർക്കൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, എന്നാൽ ഇതെന്താണ്? ചിലർ പറയുന്ന കേട്ടില്ലേ, ആ വീട്ടിലെ പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന് പറയും. അതെന്താണ് ആ ഒരു വ്യത്യാസം? അവിടെ സ്നേഹം തരുന്നത് കൊണ്ടാണോ? അതോ നിങ്ങൾ സ്നേഹം അവർക്ക് കൂടുതൽ കൊടുക്കുന്നത് കൊണ്ടാണോ? അതോ നിങ്ങൾക്ക് സ്നേഹിക്കാൻ മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണോ? എന്തായിരിക്കും കാര്യം? അഥവാ അവരിൽ നിന്ന് നിങ്ങൾ കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് കൊണ്ട്? നമ്മളെല്ലാവരും ഇപ്പം പട്ടിയെ വളർത്തുമ്പോൾ കാവലിനാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ കാവലിന് മാത്രമാണ് ഈ പട്ടികളെ വളർത്തുന്നത്. പൂച്ചയെ വളർത്തുന്നത് എന്തിനാണ്? പക്ഷികളെ വളർത്തുന്നത് എന്തിനാണ്? നമ്മൾ എന്തൊക്കെയോ അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടുതൽ പേരും ഇങ്ങനെയുള്ള ജീവികളെ വളർത്തുന്നത് കൂടുതലും തങ്ങൾക്ക് സ്നേഹിക്കാനും പിന്നെ അതുങ്ങളുടെ ആ ജീവികളുടെ സ്നേഹം തങ്ങൾക്ക് ലഭിക്കുവാനും വേണ്ടിയിട്ടാണ്, അല്ലേ? അപ്പോൾ നിങ്ങൾ അതുങ്ങളെ വഴക്കും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും, നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ പറയുന്നതിനനുസരിച്ചല്ല, നിങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്നു, അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളെ അവരൊന്നും പറയുന്നില്ല, നമ്മളെന്ത് പറഞ്ഞാലും അവർ അനുസരിക്കുന്നു. തിരിച്ച് നമ്മളെ കൊണ്ട് ഒന്നും അനുസരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നില്ല, ശരിയല്ലേ? ഇപ്പം നമ്മുടെ വീട്ടിലുള്ളവരുടെ കാര്യം എങ്ങനെയാണ്? അച്ഛനും അമ്മയും മക്കളെ വളർത്തുന്നു. ആദ്യമൊക്കെ
ആദ്യമൊക്കെ അവർ മക്കൾ അച്ഛനും അമ്മയും പറയുന്നത് കേൾക്കുന്നു. പിന്നീട് എന്താണ് ഇച്ചിരി മാറ്റങ്ങളൊക്കെ വരുന്നു. തിരിച്ച് നമ്മൾ അച്ഛനോടും അമ്മയോടും അത് ചെയ്തു തരും ഇത് ചെയ്തു തരുമെന്ന് ആവശ്യപ്പെടുന്നു, ഇല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുകയല്ല, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ജീവികളെയൊക്കെ വളർത്തിയാൽ എന്താണ്, അവരോട് അങ്ങോട്ട് പറഞ്ഞാൽ ചിലപ്പോൾ മിക്കവാറും എല്ലാവരും കേൾക്കും. തിരിച്ചിങ്ങോട്ട് അത് ചെയ്യും ഇത് ചെയ്യുന്നൊന്നും അവർ ആവശ്യപ്പെടുന്നില്ല, ഇല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള സ്നേഹമാണ് ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത്. ആവശ്യപ്പെട്ടില്ലെങ്കിലും അവർക്കിഷ്ടമുള്ള ആഹാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യരെ സ്നേഹിക്കുന്നതും മനുഷ്യർ മറ്റ് ജീവികളെ സ്നേഹിക്കുന്നതും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്. ഇവിടെയാണ് ആരാണ് കൂടുതൽ സ്നേഹിക്കപ്പെടുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴോ ഇതെന്തൊക്കെ കൊച്ചു പറയുന്നത്, വട്ടായി പോയോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ പറയാണ്, ചെറിയതായിട്ട് ഞാനിങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ട് ചില സമയത്ത്. അതൊക്കെ നമുക്ക് അങ്ങനെയുള്ള ചിന്തകൾ തെറ്റാണോ എന്നൊന്നും, പക്ഷേ എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞു, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് പുതുതായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതും ആ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓക്കെ, അതായിരിക്കും എന്തിനു വേണ്ടിയിട്ട് നമ്മൾ മനുഷ്യർക്കുപരിയായിട്ട് ഈ മറ്റ് ജീവികളെ വളർത്തുന്നു? അവരെ അവരുടെ വഴിക്ക് വിട്ടുകൂടെ? എല്ലാവരെയും പിടിച്ച് കൂട്ടിലാക്കി അല്ലെങ്കിൽ വീട്ടിനകത്താക്കി അടച്ചിടും. അവർക്കൊരു ലോകമില്ലേ? അവരുടെ ലോകത്ത് അവർ സ്വതന്ത്രരായിട്ട് സഞ്ചരിക്കാൻ എന്തുകൊണ്ട് മനുഷ്യർ അവർക്ക് അനുവാദം കൊടുക്കുന്നില്ല? നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം മാത്രം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമോ? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരില്ലെന്ന് പറയുന്നത് പോലെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. മനുഷ്യരുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ഒരു പരിധി വിട്ട് നമ്മൾ ആരെയും പിടിച്ചു കെട്ടാൻ ശ്രമിക്കരുത്. അത് ശരിക്കും ഒരു ബന്ധനം തന്നെയല്ലേ? ഒന്നിനു വേണ്ടിയിട്ട് നമ്മൾ ആരെയും പ്രഷർ ചെലുത്തിയൊന്നും നേടാനായിട്ട് ശ്രമിക്കരുത്. ഇതിലൊക്കെ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും പല ബുദ്ധിമാന്മാർക്കും ബുദ്ധിമതികൾക്കും മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുകയാണ്. അപ്പം നമ്മൾ എപ്പോഴും കരുതിയിരിക്കുക, നമ്മുടെ ചുറ്റുപാടിനെ കരുതിയിരിക്കുക. നമ്മളെ മറ്റുള്ളവർ എവിടെയെങ്കിലുമൊക്കെ വഴിതെറ്റിക്കുന്നുണ്ടോ? അനാവശ്യമായ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ടോ? നമ്മൾ ആരെ വിശ്വസിക്കണം, വിശ്വസിക്കരുത് എന്നൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. കാരണം എന്ത് വന്നാലും നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത അതും ചെയ്യാം കേട്ടോ.